ആര്യാടൻ ഷൗക്കത്ത് 4757 വോട്ടുകൾക്ക് മുന്നിലാണ്. നമ്മൾ പറഞ്ഞു വന്നത് സാനു, നിലമ്പൂർ നഗരസഭയുടെ പൊതുവായൊരു സ്വഭാവം എന്താണ്? തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂർ നഗരസഭ ആർക്കൊപ്പമാണ് നിൽക്കാറ്? അതിൽ മാറ്റം എന്താണ് ഉണ്ടാകാനിരിക്കുന്നത്? അതിൻ്റെ സാധ്യത എന്താണ്? അവിടെ നിർണായകമാകുന്ന വോട്ടെടുപ്പായി ആ നിലമ്പൂർ നഗരസഭയിലെ വോട്ടെണ്ണുമ്പോൾ അത് മാറുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പല പല ചോദ്യങ്ങൾ നിലമ്പൂർ നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോഴും പതിയെ ലീഡ് ഉയർത്തി 4757 എത്തി നിൽക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. വലിയ ക്ഷീണം ആദ്യ മിനിറ്റുകളിൽ വഴിക്കടവ് എണ്ണുമ്പോൾ ഉണ്ടായെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് പതിയെ മുന്നേറുന്ന കാഴ്ചയാണ് കാണാനായത്. സ്വരാജ് രണ്ടാമത്, PV അൻവർ മൂന്നാമത് അവിടെയുണ്ട്. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ടത് ആദ്യ റൗണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കലാശക്കൊട്ട് സമയത്ത് LDF-നും UDF-നും NDA-ക്കും അൻവറിനും ഒക്കെ വന്ന DJകൾ മുഴുവൻ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ എന്നാണ് VS ജോയ് പറഞ്ഞത്. ഇനി ഭൂരിപക്ഷം എത്രയെന്നറിയേണ്ട കാത്തിരിപ്പിലാണ് ഞങ്ങൾ എന്നാണ് രാവിലെ മുൻമന്ത്രി കൂടിയായ അനിൽകുമാർ പറഞ്ഞത്. പക്ഷേ ആദ്യ മിനിറ്റുകളിലുണ്ടായ ക്ഷീണം അത് അവരെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ടാകാം. ലീഗ് എന്താണ് ചെയ്തത് എന്ന ചോദ്യം അവർ പരസ്പരം പറഞ്ഞിട്ടുണ്ടാകാം, കുശലം പറഞ്ഞിട്ടുണ്ടാകാം. ഈ ലീഡ് പോരല്ലോ എന്ന ആശങ്ക ആ മുഖങ്ങളിൽ നിഴലിച്ചിട്ടുണ്ടാകാം. പക്ഷേ പിന്നീട് അങ്ങോട്ട് വലിയ ക്ഷീണമുണ്ടാകാത്ത വിധം മുന്നേറുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്ത്. പക്ഷേ LDF-ന്റെ വോട്ട് 19,472, 4757 വോട്ടുകൾക്ക് പിന്നിലാണ്. LDF-ന് ശക്തിയുള്ള ഇടങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. നിലമ്പൂർ നഗരസഭ അത് നിർണായകമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ലീഡ് മതിയോ ആര്യാടൻ ഷൗക്കത്തിനെന്ന ചോദ്യം അത് വളരെ പ്രസക്തമാകുന്നുണ്ട്. 4757 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. ഇപ്പോൾ അതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. 24,229 വോട്ട് ആര്യാടൻ ഷൗക്കത്ത് നേടിയപ്പോൾ 19,472 വോട്ട് M സ്വരാജ്, 7,777 വോട്ട് PV അൻവർ, 2,786 വോട്ട് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. നിലമ്പൂരിൽ കടുത്ത മത്സരം എന്ന സൂചന തന്നെയാണ് തരുന്നത്. PV അൻവറിന്റെ പേരെടുത്തു പറയാതെ വയ്യ. പക്ഷേ ഇതേ നിലയിൽ PV അൻവർ മുന്നോട്ട് പോകുമോ? അങ്ങനെയെങ്കിൽ ക്ഷീണം ആർക്കാകും? ഇടതിൻ്റെ ശക്തി മേഖലകളിലും അൻവർ വോട്ട് ചോർച്ച ഉണ്ടാക്കുമോ? അങ്ങനെയെങ്കിൽ അത് ഇടതിൻ്റെ വോട്ടാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് എളുപ്പമാകുമോ കാര്യങ്ങൾ? ഏതായാലും ആദ്യ ക്ഷീണം സംഭവിച്ചത് അൻവറിലൂടെ ആര്യാടൻ ഷൗക്കത്തിലാണ്. ലീഡ് നിലയിൽ 4757 എന്ന അക്കം എന്ന സംഖ്യ അവിടെ ഉണ്ടെങ്കിൽ പോലും ക്ഷീണമുണ്ടായിട്ടുണ്ട് ഷൗക്കത്തിന്. പക്ഷെ അപ്പോഴും നമ്മൾ ചരിത്രം മറക്കാൻ പാടില്ലല്ലോ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അവിടെ ജയിച്ചു വന്നത് PV അൻവറാണ്, LDF ആണ്. ആ LDF-ൽ നിന്നാണ് PV അൻവർ ഇറങ്ങിപ്പോയത്. PV അൻവർ ആദ്യം ശബ്ദമുയർത്തിയത് പിണറായി വിജയനെതിരെയാണ്, പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെയാണ്, പിണറായിസത്തിനെതിരെയാണ്. പിന്നീട് താൻ പറഞ്ഞയാളെ മത്സരിപ്പിക്കാൻ UDF തയ്യാറാകാതെ വന്നപ്പോൾ അവിടെ സതീശനെതിരെ അൻവർ തിരിഞ്ഞു. സതീശനിസം ചോദ്യം ചെയ്യപ്പെട്ടു. ആദ്യം താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു മാറി നിന്നെങ്കിലും വളരെ പെട്ടെന്ന് പതിവ് പോലെ തീരുമാനം മാറ്റി PV അൻവർ മത്സരരംഗത്ത് സജീവമായി. എന്നിട്ട് അൻവർ തൻ്റെ ഭാവി എന്താകുമെന്ന ചോദ്യത്തിന് മുന്നിൽ പതറി നിന്നപ്പോഴും പ്രതീക്ഷയോടെ അയാൾ പറഞ്ഞത് 75,000 വോട്ട് നേടുമെന്നാണ്. അതൊന്നും സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. അൻവർ ജയിക്കാനും സാധ്യത വളരെ കുറവാണ്. പക്ഷേ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരെ ജയിപ്പിക്കും, ആരെ തോൽപ്പിക്കുമെന്നത് വരാനിരിക്കുന്ന കാലത്തിൻ്റെ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയവും വേണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വിദൂരത്തല്ല എന്നോർക്കണം. ഷൗക്കത്തിന് ലീഗിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ആര്യാടൻ മുഹമ്മദും ലീഗും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, പിന്നീട് ആര്യാടൻ ഷൗക്കത്ത് വന്നപ്പോഴും തുടർന്ന കാഴ്ചയാണ് നമ്മൾ മുൻപും കണ്ടിട്ടുള്ളത്. അതൊക്കെ മാറിയോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് PMA സലാമും സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ആദ്യ റൗണ്ടുകളിൽ ലീഗിൻ്റെ വോട്ടുകളുള്ള ഇടത്ത് വോട്ട് ചോർച്ച ഉണ്ടായോ എന്ന ചോദ്യമുണ്ട്. അത് ജയിച്ചാലും, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചാലും അങ്ങനെ തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. 5327 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ്. 5000 കടക്കുന്നു ഷൗക്കത്തിന്റെ ലീഡ്. 5327 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. ഷൗക്കത്ത് ആധിപത്യം പുലർത്തുന്നതിൻ്റെ സൂചനകൾ വരുന്നുണ്ട്. പക്ഷെ ഒന്നോർക്കുക, വരാനിരിക്കുന്നത്